സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ അസാധാരണ വർധനവുണ്ടായതോടെ സമ്മിശ്ര പ്രതികരണവുമായി ഉപഭോക്താക്കൾ. വില കുതിക്കുമ്പോഴും ജ്വല്ലറികളിൽ തിരക്കിന് കുറവില്ല. വില ഇനിയും ഉയരുമെന്ന കണക്കുകൂട്ടലിൽ വിവിധ പദ്ധതികളിൽ ചേരാനും ആളുകൾ ധാരാളം എത്തുന്നതായി സ്വർണ്ണക്കട ഉടമകളും മീഡിയ വണിനോട് പറഞ്ഞു. സ്വർണത്തിന് ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണം വാങ്ങാനെത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ പക്ഷേ വലിയ കുറവൊന്നും നമ്മൾ ഷോപ്പുകളിൽ കാണുന്നില്ല. എന്താണ് ഇപ്പോൾ നിങ്ങൾ സ്വർണം വാങ്ങാൻ വന്നാണല്ലോ? കൂടിയിൽ നല്ല ബേജാറുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചത്തെ കഴിഞ്ഞ മാസത്തൊന്നും വില ഇല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പം അതിൻ്റെ ഒരു വിഷമമുണ്ട്. കുട്ടികളെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബേജാറ് തന്നെയല്ല. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരുപാടില്ല ഇപ്പോൾ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്വർണം വാങ്ങിയോ? വാങ്ങിയിട്ടുണ്ട്. ഇന്നലെ വന്ന് നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ ഇന്നക്കൾക്ക് വീണ്ടും കൂടി. അതാണ് അവസ്ഥ. ഇന്നലെ വൈകുന്നേരം നമ്മൾ വന്ന് വാങ്ങിയത്. പക്ഷേ അപ്പോൾ നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ കുറച്ച് പ്രയാസമായി. അപ്പോൾ ഇന്ന് വന്നപ്പോക്കിന് അപ്പം കൂടി. മോൾക്ക് കുറച്ച് പൈസ ബാലൻസ് വന്നപ്പോൾ ആ പൈസ അത് സ്വർണ്ണമായിട്ട് മാറ്റിയതാണ്. എന്ന് വെച്ചാൽ ബാങ്കിലിട്ടാൽ നമുക്കിപ്പോൾ കിട്ടാൻ പോകുന്നത് ചെറിയ പലിശയാണ് ഫിക്സഡിൽ. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി നമ്മളിപ്പോൾ ഈ സ്വർണ്ണത്തിലോട്ട് മാറ്റുക. പ്രതീക്ഷയാണ്, വലിയ പ്രതീക്ഷയാണ്. സാധാരണക്കാരെ അപേക്ഷിച്ച് ഭയങ്കര പ്രശ്നങ്ങളാണിത്. വില ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസങ്ങൾ തന്നെയാണ്. അത് തൽക്കാലം എന്തെങ്കിലും കുറവ് വന്നാലും നമ്മൾ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. കുറച്ച് ചെറിയ ഒരു 2 പവനെങ്കിലും മക്കൾക്ക് കൊടുക്കണ്ടേ, ചുരുങ്ങിയൊരു 5 പവനെങ്കിലും കൊടുക്കണ്ടേ മക്കൾക്ക്. അതിനുള്ള ബുദ്ധിമുട്ടാണ്. സ്വർണത്തിൻ്റെ റേറ്റൊന്നും ഞങ്ങൾ നോക്കിയില്ല. അപ്പം വിവാഹ വാർഷികമായതുകൊണ്ട് ഒരു വള വാങ്ങാൻ വന്നേ ഉള്ളൂ. എന്തായാലും വാങ്ങാണ്. റേറ്റൊന്നും പ്രശ്നമില്ല. എന്തായാലും നമുക്ക് ഗോൾഡ് ഉപയോഗിക്കണമല്ലോ. അപ്പം എത്ര റേറ്റ് കൂടിയാലും വാങ്ങാമെന്ന് വിചാരിച്ചു. നമ്മളിവിടെ ഓൾറെഡി ഇവിടെ അഡ്വാൻസ് ചെയ്തിട്ടിരിക്കണം. ഒരുപാട് സ്കീമും പ്ലാനും ഉണ്ടായതുകൊണ്ട് അതിലൊക്കെ ചെയ്തതുകൊണ്ട് സ്വർണത്തിന് വില കൂടിയതുകൊണ്ട് വലിയ ടെൻഷനില്ല. എന്നാലും വാങ്ങി വെക്കണം നല്ലതാണല്ലോ. അതുകൊണ്ടാണ് ഇന്നലെ വന്നത്. ഇനി റേറ്റ് കൂടുന്നതാണ് പറയുന്നത്. റേറ്റ് പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് ഓരോ ദിവസവും റേറ്റ് മാറ്റം വരുന്നത്. ഇന്നൊരു ദിവസം കൊണ്ട് 8000-ന് മേലെയാണ് റേറ്റ് കൂടിയിട്ടുള്ളത്. അപ്പം കച്ചവടത്തിന് സ്വാഭാവികമായിട്ടും എഫക്റ്റ് ചെയ്യും. എന്നാലും നല്ലൊരു ശതമാനം ആളുകളും നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വിവിധ സ്കീമും അഡ്വാൻസ് പ്ലാനുകളും ഉണ്ട്. ചെറിയൊരു ശതമാനം അടച്ച് ബുക്ക് ചെയ്തുകൊണ്ട് അവർക്ക് ആ പഴയ റേറ്റിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് ആ ഒരു വലിയൊരു മാറ്റമാണ് അവർക്ക് വരുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് അവർ ബഡ്ജറ്റിൽ ഒരു വിഷയമുണ്ട്. അവർ ഉദ്ദേശിച്ച പവനൊക്കെ വില കൂടുമ്പോൾ കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ റേറ്റിൻ്റെ അവസ്ഥ ആർക്കും പറയാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഉള്ളത്. നമ്മുടെ മനുഷ്യൻ്റെ ആയുസ്സും സ്വർണ്ണ വിലയും ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഉള്ളത്.